നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. മിക്കവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ മുല്ലപ്പെരിയാർ പൊട്ടുമോ? ഞങ്ങളൊക്കെ അതിനൊക്കെ താഴെ എറണാകുളത്തും അവിടെ അല്ലെങ്കിൽ ആലപ്പുഴ ആ ഭാഗത്തൊക്കെ താമസിക്കുന്നവരാണ്. അപ്പോൾ ആകെ ഒരു പേടിയാണ്. ശരിക്കും ഇത് യഥാർത്ഥത്തിൽ പൊട്ടുമോ? ആരെയൊക്കെ ഇതുവരെ പ്രവചിച്ചിട്ടുണ്ടല്ലോ, ഇന്ന ദിവസം പൊട്ടും എന്നൊക്കെ. അതൊക്കെ ശരിക്കും മാറിപ്പോയല്ലോ. അപ്പോൾ ഇനി പൊട്ടൂലേ? അതെങ്കിലും അല്ല എന്തെങ്കിലും പൊട്ടുമോ? ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചിലർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഈ മുല്ലപ്പെരിയാർ ശരിക്കും പൊട്ടുമോ അത് പൊട്ടൂലേ? എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ? ഞാൻ ഈ വിഷയത്തോട് വെച്ച് ഇപ്പോഴല്ല, കുറച്ച് മുമ്പേ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദൈവം പറഞ്ഞു തന്നത്, മനുഷ്യന്റെ തിന്മ ഈ പെരുകി വരുന്നതനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ചില ബാലൻസിങ് നടന്നിരിക്കും. അത് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. അതിപ്പോൾ ഏതെങ്കിലും മനുഷ്യർ പ്രാർത്ഥിച്ചത് കൊണ്ടോ കരഞ്ഞു വിളിച്ചത് കൊണ്ടോ അത് മാറൂല. കാരണം നെഗറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് പ്രകൃതി സ്വയമേ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഈ നശീകരണവും നാശനഷ്ടവും ഒക്കെ വരുന്നത്. ഇത് ഞാനൊരു പ്രോഗ്രാമാണ്. ദൈവം അങ്ങനെ പ്രോഗ്രാം ചെയ്ത് ഈ ഭൂമിയുടെ നിയന്ത്രണത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് സമയാസമയം നടന്നിരിക്കും. അപ്പൊ എപ്പോഴാണ് ഇതിങ്ങനെ കൂടി വരുന്നത്, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചില നാശനഷ്ടങ്ങൾ വരും. കാരണം നെഗറ്റീവ് കൂടുമ്പോൾ പ്രകൃതി തിരിച്ച് അതേ മനുഷ്യർക്ക് നെഗറ്റീവ് ആക്കി വരും. അപ്പൊ നമ്മുടെ അടുത്ത സംശയം, ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ അകത്ത് നല്ല മനുഷ്യരില്ലേ, അവരെ അത് ബാധിക്കില്ലേ? ഇതൊരു ചോദ്യമാണ്. ബാധിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം നമ്മളിപ്പോ ഒരു കൃഷി നട്ടു, ഒരു ചെടി, എന്തെങ്കിലും ഒരു പയറോ എന്തെങ്കിലും തക്കാളിയോ കൃഷി നട്ടു, നല്ല നല്ല ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നെ അങ്ങോട്ട് ചില ചെടികളിൽ നിന്ന് മാത്രമേ ഫലം കിട്ടുന്നുള്ളൂ. ചില ചെടികളെ അല്പഫലം തരും, ചിലത് കൂടുതൽ ഫലം തരുന്നുണ്ട്. പക്ഷെ ഒരുപാട് ചെടികൾ കൂടുതലും മുരടിച്ച് നശിച്ചു പോയി. ഒരുപാട് കളകൾ വളർന്ന് കയറിപ്പോയി. അപ്പൊ ഈ ഓരോ കളകളായിട്ട് ഇങ്ങനെ പറിച്ച് രക്ഷിക്കുന്നതിനെക്കാട്ടിലും ഈ കർഷകൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, വളർന്നു നിൽക്കുന്ന കായ്ഫലം വന്ന ചെടികളിൽ നിന്ന് മാക്സിമം ഫലം കഴിഞ്ഞ് പറിച്ചിട്ട് മൊത്തത്തിൽ ആ കൃഷിയുടെ മൊത്തം ഉഴുതു മറിച്ച് അങ്ങ് കുറനാൾ വെറുതെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നീട് പുതിയ വിത്തുകളോ പുതിയ തൈകളോ നട്ട് കൃഷി ഒന്നേം തുടങ്ങും. ഇതുപോലെ തന്നെയാണ് പ്രകൃതിയും നമ്മളോടൊക്കെ ചെയ്യുന്നത്. ഒരു ലെവലാകുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് നല്ലതും ചീത്തയെ വേർതിരിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു പരുവം കഴിഞ്ഞ് ഒരു ലെവൽ കഴിഞ്ഞ് ഒരു കൂടുതൽ ഒരു 75-80% നെഗറ്റീവായി മാറിക്കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ലത് മാത്രം പെട്ടെന്ന് ശേഖരിച്ചിട്ട് ബാക്കിയെല്ലാം അങ്ങ് നശിപ്പിച്ച് കളയും. ഞാനീ പറയുന്നത് ദൈവം പറഞ്ഞ കണക്കാണ്. ആരെയും പേടിപ്പിക്കാനോ എന്റെ ഇഷ്ടപ്രകാരമോ പറയുന്ന കാര്യങ്ങളല്ല. ഇതുപോലെ ഈ ദുരന്തങ്ങളും ഇതൊക്കെ സംഭവിക്കുമ്പോൾ നല്ലവരെയും ചീത്തവരെയും ഒരേപോലെ ബാധിക്കും. അങ്ങനെ ബാധിക്കുന്നതിൽ നിന്ന് നല്ലവരും മരിക്കുന്നുണ്ട്, ചീത്തവരും മരിക്കുന്നുണ്ട്. ഈ നല്ലവരുടെ ആത്മാക്കൾ അത്രയും ദൈവം കൊണ്ടുപോവുകയും മോശപ്പെട്ട് മരിക്കുന്ന ആത്മാക്കൾ അത്രയും തീരെ ദുഷ്ടരായിരിക്കുന്ന എല്ലാം നെഗറ്റീവ് ശക്തികൾ കൊണ്ടുപോവുകയും അത്ര നെഗറ്റീവ് ഇല്ലാത്തവർക്ക് ചിലപ്പോൾ അടുത്ത ജന്മങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഒരു ഭാഗത്ത് അത് നടക്കും. ഒരു ഭാഗത്ത് ഈ ആത്മാക്കളെല്ലാം ഒരു കഷ്ടമോ വേദനയോ ഇല്ലാതെ പെട്ടെന്നുള്ളൊരു മരണം സംഭവിപ്പിച്ചിട്ട് അവരുടെ ആത്മാക്കളെല്ലാം ദൈവം കൊണ്ടുപോവുകയും ചെയ്യും. ഇനി അഥവാ അവരുടെ അല്പപാപം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു കഷ്ടം അനുഭവിച്ചൊരു പ്രായച്ചിത്തം ചെയ്തിട്ട് ആ ആത്മാക്കളെ ദൈവം കൊണ്ടുപോകും. ശരിക്കും ഈ പ്രായച്ചിത്തം എന്തൊക്കെയാണ്? ദൈവത്തിന്റെ പ്രായച്ചിത്തം, ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന പ്രായച്ചിത്തം, നമ്മളത് ചെയ്തില്ലെങ്കിലും എങ്ങനെയാണ് ആ പ്രകൃതി ആ പ്രായച്ചിത്തം നൽകുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വിഷയം ഞാൻ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അല്പവിഷമം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിചാരം കുറച്ച് പ്രായച്ചിത്തം നമുക്കുണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും നമ്മുടെ മരണം സംഭവിച്ചു. കുറച്ച് കൂടുതൽ നാൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളണം പ്രായച്ചിത്തം ഇത്തിരി കൂടുതലായതുകൊണ്ട് കുറച്ച് നാൾ അനുഭവിച്ചു മരിച്ചു. ദുരന്ത സമയത്ത് സംഭവിക്കുന്നത് പെട്ടെന്നൊരു ദുരന്തം സംഭവിച്ചിട്ട് പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കും. ശരിക്കും പറഞ്ഞാൽ ദൈവം പറയുന്നു, അങ്ങനെ മരിക്കുന്ന ആത്മാക്കളെല്ലാം ഈ ഭൂമിയുടെ ഈ തിന്മയിൽ നിന്നും അവർ മോചനം നേടി അവരുടെ ആത്മാക്കൾ പെട്ടെന്ന് ദൈവത്തിലോട്ട് എത്തുന്നു. എന്നാൽ ഇനിയും നിന്ന് ദുഷ്ടത്തരം പ്രവർത്തിച്ച് ബാക്കിയും കൂടി നെഗറ്റീവ് ആക്കാൻ സാധ്യതയുള്ള ആത്മാക്കളെ ദൈവം നേരെ അങ്ങ് നരകം അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷനിലേക്ക് അവരെ നിത്യമായി അല്ലെങ്കിൽ പൂർണ്ണമായി അവരെ മാറ്റിക്കളയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ മരിക്കാതെ അവശേഷിക്കുന്ന, അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ബന്ധുക്കൾ നഷ്ടപ്പെടുന്നു, അങ്ങനെയൊക്കെ ഉള്ള ചില വ്യക്തികൾ അവരുടെ ഫലം എന്തെന്ന് വെച്ചാൽ അവരുടെ കഴിഞ്ഞ ജന്മത്തിലോ അല്ല അവർ ചെയ്തിരുന്ന പ്രവൃത്തിയുടെ ഫലമായി കുറച്ചേറെ കർമ്മഫലങ്ങൾ തീർക്കാനുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ പെട്ടെന്ന് മരണം സംഭവിക്കാതെ അതോ മനോവിഷമത്താൽ പിന്നെ കുറച്ചുനാൾ ജീവിക്കേണ്ടി വരുന്നത്. അങ്ങനെ ജീവിക്കുന്ന ആത്മാക്കൾക്കും ശരിക്കും അവർക്കും പിന്നീടൊരു മോക്ഷം ലഭിക്കുന്നതാണ്. ഇങ്ങനെ പല പല സാഹചര്യം വെച്ചിട്ടാണ് ഒരു ദുരന്തം സംഭവിക്കുന്നത്. അപ്പോൾ ദുരന്തത്തിലൂടെ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനി
ഈ ദുരന്തം എങ്ങനെയാണ് മാറിപ്പോകുന്നത്? ചിലർ പ്രവചിക്കും ഇന്ന ദിവസം ഇത് നടക്കും, ഇന്ന ദിവസം നടക്കും എന്നൊക്കെ പറയുമ്പോൾ ഇത് മാറിപ്പോകുന്നുണ്ടല്ലോ. ശരിക്കും അവർ കള്ളം പറഞ്ഞതാണോ? അവർ കള്ളം പറഞ്ഞതല്ല. അവർക്ക് കിട്ടുന്ന ആ രീതി വെച്ചിട്ട് അവരത് പറഞ്ഞു തന്നെയാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വ്യക്തികൾ ഭയപ്പെടുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ആ വിഷമവും ടെൻഷനും ഒരു കർമ്മഫലം പോലെ ആ ദൈവം അത് ഏറ്റെടുക്കും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റി ഒറ്റയടിക്ക് പെട്ടെന്ന് താരുമ്പോൾ പ്രകൃതി തന്നെ കുറച്ച് ബാലൻസ്ഡ് ആകുമ്പോൾ ഈ നാശനഷ്ടം അധികം പെട്ടെന്ന് ഉണ്ടാവുകയില്ല. ഇനി പിന്നെയും നെഗറ്റിവിറ്റി കൂടി ഇപ്പൊ ഇത്തിരി വിഷമിച്ചവരും ടെൻഷൻ അനുഭവിച്ചവരും പിന്നെയും അവർ പഴയ രീതിയിൽ അവർ തെറ്റിലോട്ടാണ് പിന്നെയും ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നെഗറ്റിവിറ്റി പിന്നെ അവിടെ കയറി വരും. അല്ലെങ്കിൽ ഇത്തരക്കാർ എത്രയും പെട്ടെന്ന് അവർ പുതിയൊരു മനുഷ്യനായി ഭൂമിയിൽ നന്മ തിന്മ തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് അവർ ജീവിതം മാറണം. അല്ലാതെ പിന്നെ അവരെ പഴയ ജീവിച്ചതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെയും നെഗറ്റിവിറ്റി കയറും. അപ്പോൾ ഒരു കാലം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പ്രവചിച്ചിട്ടുണ്ട്, പക്ഷെ അത് മാറിപ്പോയി എന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ശരിക്കും ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യർ മാറണം. എനിക്ക് മുല്ലപ്പെരിയാർ പൊട്ടണ കേസ് എനിക്ക് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, ഈ പ്രപഞ്ചത്തിൽ ഈ മാറ്റം സംഭവിക്കുമ്പോൾ, ഒരു ഭൂമി ഉരക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ ഈ മുല്ലപ്പെരിയാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാമുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ബാധിക്കും. അല്ലാതെ മുല്ലപ്പെരിയാർ മാത്രമായിട്ട് പൊട്ടി അങ്ങനെയല്ല. ആ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിലൂടെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് പല പ്രശ്നങ്ങളും പല മനുഷ്യർക്ക് ഭൂമിയിൽ അല്ലെങ്കിൽ ആ ദേശത്തുള്ള സകലർക്കും, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരളത്തിലുള്ള സകലർക്കും അത് പ്രശ്നങ്ങൾ വരും. ഇപ്പൊ നമ്മളത് പൊട്ടി വെള്ളം ഒഴുകുന്ന ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പല രീതിയിലും മനുഷ്യരെയൊക്കെ ബാധിക്കാം. ഇനി ഇത് ബാധിച്ചില്ല എന്ന് വിചാരിച്ചാൽ, നമ്മളിന്ന് ബാധിച്ചില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ സന്തോഷിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അവർക്ക് ആ കർമ്മഫലം തീർക്കാനോ അല്ലെങ്കിൽ അവരുടെ നെഗറ്റിവിറ്റി ബാലൻസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ പ്രകൃതി വേറെ ഏതെങ്കിലും വഴിയിൽ കൂടിയായിരിക്കും സംഭവിപ്പിക്കാൻ പോകുന്നത്. കാരണം എല്ലാവരെയും അത് ബാധിക്കുന്ന ലെവലിൽ പ്രകൃതി അത് ഓരോന്നോരോന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടത് കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ ഒരു ദുരന്തമൊക്കെ സംഭവിക്കുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ, ഒരുപാട് കഷ്ടപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ, വലിയ സാമ്പത്തികമൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരുപാട് അവരെയൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ ഈ ദൈവത്തിന് അത്ര ദുഷ്ടനാണോ, കണ്ണിച്ചോരയില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ശരിക്കും അവർ ആ കഷ്ടം അനുഭവിച്ച് ജീവിക്കുമ്പോൾ അവരുടെ കഴിഞ്ഞ ജന്മത്തിലെയും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫലമെന്നോണമാണ് അവർക്ക് ആ കഷ്ടം അനുഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കഷ്ടം അനുഭവിച്ച് ശരിക്കും അവർ മോക്ഷത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു ദുരന്തം, ഒരു ഭൂമി ഉരുക്കമോ അല്ലെങ്കിൽ ഇതേപോലെ ഡാം പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർ പെട്ടെന്ന് മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമൊക്കെ സംഭവിച്ച് ഇവർ ശരിക്കും പൂർണ്ണ മോക്ഷത്തിലോട്ട് പോവുകയാണ്. അതുവരെയുള്ള കഷ്ടങ്ങളെല്ലാം അവർ തന്നെ അനുഭവിച്ച് തീർക്കുമ്പോൾ ആ പ്രായച്ചിത്തം അവിടെ ആകുന്നു, ആ കർമ്മഫലം തീരുന്നു. അതുകൊണ്ടാണ് അവർക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ സുഖിച്ച് ജീവിക്കുന്ന ചില ആൾക്കാരുമുണ്ട്. അപ്പൊ അവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലൂടെയൊക്കെ തീരെയാണ്. അപ്പൊ ഈ കണക്കും കാര്യങ്ങളെല്ലാം ശരിക്കും ദൈവത്തിന്റെ കയ്യിലാണുള്ളത്. ഒരാൾക്ക് എത്ര കഷ്ടം വരണം, ഒരാൾ എത്ര കഷ്ടം വേണ്ട, ഒരാൾക്ക് ഇനി അങ്ങോട്ട് സുഖം വേണോ. അപ്പോൾ പക്ഷേ ഈ ഒരു സമയത്തേക്ക് ആ ആത്മാവിന് ഇത്ര മതി, അതിനുശേഷം ഇത്രയും ജീവിച്ചിട്ട് തിരിച്ചു വന്നു എന്നൊരു കണക്ക് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അവരൊക്കെ അങ്ങനെ അവിടെ അവകപ്പെട്ട് ആ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നത്. പിന്നെ ചില ആത്മാക്കൾക്ക് ചിലപ്പോൾ കൂടുതൽ നാൾ നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഈ പ്രകൃതി തന്നെ ചില സാഹചര്യങ്ങൾ ഒരുക്കി ആ ഒരു ദിവസം ആ ദേശത്ത് നിന്ന് മാറ്റും. അവര് ഒരു നിമിത്തം പോലെ അവിടെ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും. ചിലപ്പോൾ നിമിത്തം പോലെ ചില വ്യക്തികളെയൊക്കെ ആ സ്ഥലത്തേക്ക് ദൈവം തന്നെ അല്ലെങ്കിൽ ഈ അദൃശ്യ ശക്തികളെ തന്നെ കൊണ്ടുവരും. ഇപ്പൊ ഇങ്ങനെ ഈ പല കണക്കുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്, ഇത് നമുക്കറിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ശരിക്കും ആ പ്രകൃതി ഒരു ബാലൻസിങ് ചെയ്യണതാണ്. നല്ല ആത്മാക്കളെ എടുക്കുകയും ചെയ്യുന്നുണ്ട്, ചില ആത്മാക്കൾക്ക് കർമ്മഫലം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ചില ആത്മാക്കളെ അതോടുകൂടി അങ്ങ് നിത്യമായിട്ടുള്ള ചില മണ്ഡലങ്ങളിലേക്ക്, നരകം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആത്മാക്കളെ അങ്ങനെ കളയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല പ്രോസസ്സുകളാണ് ഒരു ദുരന്തം, പ്രകൃതി ദുരന്തത്തിലൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തതിൽ പറയാം. ഓക്കെ.